സംഘം മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് മറ്റൊരു മോഷണ സംഘം കൂടി കേരളത്തിൽ കവർച്ചയ്ക്കിറങ്ങിയിട്ടുണ്ട്. ഇറാനി ഗ്യാങ്. ചില്ലറക്കാലല്ല ഇവർ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നിരവധിയിടങ്ങളിൽ പിടിച്ചുപറിയിലൂടെ ഉൾപ്പെടെ പണം കവർന്നു മുങ്ങുന്ന മോഷണ സംഘമാണ്. ഇപ്പോൾ ആ സംഘത്തിലെ 2 പേർ പിടിയിലായിരിക്കുകയാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് ജ്വല്ലറിയിൽ നടന്ന കവർച്ചാശ്രമത്തിനിടയിലാണ് ഇറാനി ഗ്യാങ്ങിലെ 2 മോഷ്ടാക്കൾ പിടിയിലായത്. തരത്തിലുമുള്ള മോഷണ രീതികളും പയറ്റുന്നവരാണ് തമിഴ്നാട്ടിലെ ഇറാനി ഗ്യാങ്. പിടിച്ചുപറി, മാല പൊട്ടിക്കൽ, ജ്വല്ലറികളിലെ മോഷണം എന്നിവയാണ് പ്രധാനം. ആന്ധ്ര മുതൽ കേരളം വരെയുള്ള സംസ്ഥാനങ്ങളാണ് പ്രവർത്തന മേഖല. ജയിലിൽ നിന്നും ഇറങ്ങിയാൽ ഉടൻ ജോലി തുടങ്ങും. ഒരു സംഘത്തിൽ 2-3 പേർ മാത്രമേ കാണൂ. ഇങ്ങനെയുള്ള സംഘത്തിലെ 2 പേരാണ് കട്ടപ്പനയിൽ മോഷണ ശ്രമത്തിനിടയിൽ പിടിയിലായത്. നെടുങ്കണ്ടത്തെ സ്റ്റാൻ ജ്വല്ലറിയിൽ കടുക്കൻ വേണമെന്നാവശ്യപ്പെട്ടാണ് ഇവർ എത്തിയത്. ആ ഗ്ലാസിന്റെ പുറത്തുനിന്ന് ഒരു പാക്കറ്റ് എടുത്ത് അവന്റെ പാനിന്റെ പോക്കറ്റിലേക്ക് ആക്കി. പിന്നെ ഞാൻ പെട്ടെന്ന് കയറി പിടിച്ചു. പാനിന്റെ പോക്കറ്റിൽ നിന്ന് സാധനം എടുത്തതിന് ശേഷം ഈ കൗണ്ടറിന്റെ ഡോറ് തുറന്ന് അവിടെ സോഫയെ കൊണ്ട് പിടിച്ചിരുത്തി. മധുര, പേരയൂർ സ്വദേശികളായ ഹൈദർ, മുബാറക് എന്നിവരാണ് പിടിയിലായത്. മോഷണ ശ്രമത്തിനിടയിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മുബാറക്കിനെ ബസ്സിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ശാന്തൻപാറയിൽ നിന്നാണ് പോലീസ് പിടിക്കുന്നത്. ഹൈദർ കോട്ടയത്ത് നടന്ന ജ്വല്ലറി മോഷണ കേസിൽ പ്രതിയാണ്. ചോദ്യം ചെയ്തിരുന്നു. അതിനകത്തുള്ള ഹൈദർ എന്നയാൾ നിരവധി മോഷണ കേസുകൾ ഉൾപ്പെട്ടുള്ള ആളാണെന്ന് മനസ്സിലായി. ഈറോഡ് സെൻട്രൽ ജയിലിലും തെങ്കാശി സബ് ജയിലിലും മറ്റും കടന്നതായിട്ടും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിനു മുമ്പ് രാജാക്കാടിലെ ജ്വല്ലറിയിലും മോഷണം നടത്തിയത് ഇതേ സംഘമാണെന്നാണ് കരുതുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.